പ്രിയ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും തിരുവിരുന്നിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കുമല്ലേ? കളിയും കാര്യവും പാട്ടുമായി ഇതാ ഞങ്ങൾ എത്തിക്കേട്ടോ. നമ്മുടെ പ്രിയ കൂട്ടുകാർ അവിടെ ഒരുങ്ങി നിൽക്കുകയാ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടാൻ റെഡിയല്ലേ? അതാ നമ്മുടെ കൂട്ടുകാർ വന്നു. ഇനി നമുക്ക് തുടങ്ങിയാലോ? ഏവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുന്നോ? നമ്മൾ കണ്ടിട്ട് കുറച്ചു നാളായല്ലേ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, നമുക്ക് കളി വേണോ? ഇന്ന് കളി വേണോ? എല്ലാവർക്കും കളി വേണം. എന്നാൽ ഇന്നൊരു 6 പേര് മിടുക്കന്മാരും മിടുക്കികളുമായ 6 പേര് വേഗം വന്നേ. നമ്മുടെ കൂട്ടുകാർ കളിയിൽ ബഹുമിടുക്കരാ. കളി എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നോ. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലേ? എങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ? കളിയുടെ അർത്ഥം നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മിഠായി സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഈ മിഠായി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? കൈ കൊണ്ട് പൊളിക്കാൻ പാടില്ല. പകരം ഓരോ കയ്യിലും ഓരോ സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് കൊണ്ട് പൊളിക്കുന്നു, വായിലിടുന്നു. അയ്യോ, വന്നത് പെട്ടുപോയെന്ന് പറയുവാണോ? തോന്നുവാണോ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അവരെങ്ങനെയാ മിഠായി കഴിക്കാൻ നമുക്കൊന്ന് നോക്കണ്ടേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, വളരെ ശ്രദ്ധാപൂർവ്വം കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. അലീന ഇതാ എടുത്തു, മിഠായി എടുത്തല്ലോ. കഴിക്കും കഴിക്കും, വായിലിട്ട് നല്ലൊരു കൈ കൊടുക്ക്. കണ്ടോ? അലീന ഇട്ടു, ആൽവിൻ ഇട്ടു. പിന്നെ ആരാണ് പരിശ്രമിച്ചു? അൽഫോൻസ് ഇട്ടു. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ആദ്യം മിഠായി തിന്നു തീർത്ത് ആരാണ്? ആരാ തിന്നു തീർത്തേ? അലീന. അലീനയ്ക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, അപ്പം മിഠായി തിന്നതിന്റെ സന്തോഷവും അല്ലേ ഓക്കെ ആയിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ഇനി എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വരാത്തവർക്ക് വന്നായിരുന്ന ഒരു മിഠായി കഴിക്കാനെന്ന് തോന്നിയല്ലേ? വിളിച്ചപ്പം വേഗം വരണായിരുന്നു. ഓക്കെ, ഈ ഗെയിമിൽ നിന്ന് എന്താ മനസ്സിലായത്? സ്പീഡ് വേഗം ഒന്ന് പറഞ്ഞേ. എന്താണ് നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് മനസ്സിലായത്? നമ്മൾ ഹാർഡ് വർക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് അത് സാധിക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അധ്വാനിച്ച് നമുക്ക് മധുരം കുറച്ച് അധ്വാനിച്ചു, പക്ഷെ അതിന്റെ പ്രതിഫലം എന്തായിരുന്നു? മധുരമായിരുന്നു അല്ലേ? ആ ടൂത്ത് സ്റ്റിക്ക് ഉപയോഗിച്ച് മിഠായി എടുക്കുക എന്നുള്ളത് കുറച്ച് നല്ലൊരു ഹാർഡ് വർക്കാണ്. അതിനുശേഷം നല്ലൊരു മധുരം കിട്ടി. വെരി ഗുഡ്. അപ്പം ഇനി നമുക്ക് ഗെയിം കളിച്ചോണ്ടിങ്ങനെ ഇരുന്നാ മതിയോ? കുറച്ച് അറിവുകളൊക്കെ വേണ്ടേ? ഓക്കെ, ഇനി ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് എന്താണ് പുതിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ മാധുര്യമുള്ളതാക്കി തീർക്കുകയും ചെയ്ത 2 കൊച്ചു വിശുദ്ധരെ നമുക്ക് പരിചയപ്പെട്ടാലോ? സ്വാർത്ഥതയും മാത്സര്യവും ആഡംബരവും വർദ്ധിച്ചു വരുന്ന ഈ യുഗത്തിൽ യേശുവിനെ പ്രണയിച്ച ആ 2 കൊച്ചു വിശുദ്ധർ നമുക്ക് എത്രയോ പ്രചോദനകരമാണ് അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് നവീകരിക്കാൻ ശ്രദ്ധിച്ചാലോ? നിങ്ങൾ റെഡിയല്ലേ? ഗെയിമൊക്കെ കളിച്ചത് ഉഷാറായിട്ടിരുന്ന എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടം അറിയപ്പെടുന്നത് ഇത് എത്രാമത്തെ നൂറ്റാണ്ടാ? 21ാം നൂറ്റാണ്ട്. 21ാം നൂറ്റാണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാ? എന്ത് കാലഘട്ടമായിട്ടാ ഇത് അറിയപ്പെടുന്നത്? ന്യൂ ജനറേഷൻ പിള്ളേരാണോ നിങ്ങള്? അതെ. ഈ ന്യൂ ജനറേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉറക്കെ പറഞ്ഞേ, കേട്ടില്ല. വസ്ത്രധാരണത്തിലുള്ള മാറ്റം. പിന്നെ എന്തിലുള്ള? ഭക്ഷണശൈലി. എങ്ങനത്തെ ഭക്ഷണശൈലിയാണ്? ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാറുണ്ടോ? അതേ കഴിക്കാറുള്ളൂ അല്ലേ? ഓക്കെ, പിന്നെയോ? ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം. പിന്നെ ഉറക്കെ കേട്ടില്ല. ഹെയർ സ്റ്റൈല്. ആൺകുട്ടികളോടൊന്ന് ചോദിക്കട്ടെ, ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന പല പല ഹെയർ സ്റ്റൈൽസ് ഇല്ലേ? ഒന്ന് പേര് പറയുമോ നിങ്ങള്? ബോക്സർ. പിന്നെയോ? വൺ സൈഡ്. എന്റെ കർത്താവ്, എന്തൊക്കെയാ വരുന്നേ? പിന്നെയോ? ഇങ്ങനെ എന്താ മുകളിലേക്ക് ഇങ്ങനെ കുടം പോലൊക്കെ വെച്ചോണ്ട്
ഫ്ലവർ. ഫ്ലവിഡോ? ഫ്ലവർ. പിന്നെയോ? സ്പൈക്ക്. ഓക്കെ ഓക്കെ, കുറെ ഹെയർ സ്റ്റൈൽസിന്റെ ഒക്കെ. ഇനി പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിന്റെ പറഞ്ഞു, എന്തൊക്കെ രീതിയിലുള്ള വസ്ത്രധാരണമാണ്? ജീൻസ്. ആ പിന്നെ ആംഗിൾ പാന്റ്. എന്താ ഉറക്കെ കേട്ടില്ല? ആംഗിൾ പാന്റ്. ആംഗിൾ പാന്റ്. പിന്നെ കുറെ സ്റ്റൈലുകൾ ഉള്ള വസ്ത്രധാരണങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒത്തിരി സ്റ്റൈലുകളിലാണോ ജീവിക്കുന്നേ? എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ, ഞാൻ വല്ലപ്പോഴും അല്ലേ നിങ്ങളെ കാണുന്നുള്ളൂ. എങ്ങനെയുണ്ട് ന്യൂ ജനറേഷൻ മക്കൾ? എങ്ങനെയുണ്ട് നിങ്ങളുടെ സംസാര ശൈലിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഇല്ലേ? എങ്ങനെ അഭിസംബോധനയൊക്കെ ചെയ്യുന്നേ ഒന്ന് പറഞ്ഞേ. ബ്രോ. പിന്നെയോ? സഹോ. സിസ് അല്ലേ? പിന്നെ സഹോ. സഹോയോ? ഓ എന്റെ ദൈവമേ, സഹോ. പിന്നെ എന്തൊക്കെയാ? ചങ്കേ. ഓ ചങ്കേ. എന്റെ അമ്മ സ്കൂളിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ചങ്സ് ആരാന്നല്ലേ ചോദിക്കുന്നേ. എത്ര ചങ്സ് ഉണ്ട് ആൽവിന്? എനിക്ക് 7 ചങ്സ് ഉണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര ചങ്സ് ഉണ്ട് നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക്? 3 ചങ്സ്. ഇവര് ത്രിമൂർത്തികൾ 3 ചങ്സ് ഒക്കെ ആയിട്ടാണ്. പിന്നെ ചങ്സിനെയൊക്കെ വിളിക്കാറുണ്ടോ എന്നും? കാണാറുണ്ടോ? ഈ ചങ്സുമായിട്ട് കൂട്ടം കൂടിയൊക്കെ ഇങ്ങനെ പോകൂലേ? ഇഷ്ടമാണോ നിങ്ങക്ക്? ഇനി ഈ ചങ്സിന്റെ യുഗത്തില്, അല്ല ന്യൂ ജനറേഷൻ യുഗത്തില് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമുക്ക് ന്യൂ ജനറേഷനിൽ തന്നെ ജീവിച്ച് വിശുദ്ധരാകാൻ പറ്റുമോ? ഇല്ല. അല്ല എനിക്കറിയില്ല. അമല ആദ്യം ഇല്ല എന്ന് പറയും. നിങ്ങൾക്ക് വിശുദ്ധരെ കുറിച്ച് അറിവുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വിശുദ്ധരുടെ പേര് പറഞ്ഞേ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, എവ്പ്രാസ്യാമ്മ, കേട്ടില്ല? വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, വിശുദ്ധ ഡോൺ ബോസ്കോ. അപ്പൊ നിങ്ങൾ വിശുദ്ധ ഡൊമിനിക്. ഒത്തിരി എനിക്കറിയാം, നിങ്ങൾ നല്ല കുഞ്ഞു വിശുദ്ധരാണ്. ഒത്തിരി വിശുദ്ധരുടെ ജീവചരിത്രവും പേരുകളൊക്കെ അറിയാം. ഇനി ഈ വിശുദ്ധരൊക്കെ ഏത് യുഗത്തിൽ ജീവിച്ചിരുന്നവരാ? ന്യൂ ജനറേഷനിലാണോ അതോ പുരാതന കാലത്തായിരുന്നോ? പുരാതന കാലത്ത്, കുറച്ച് നമ്മുടെയൊക്കെ കുറെ ജനറേഷന് മുൻപ് ജീവിച്ചിരുന്ന. ഇനി ഈ ന്യൂ ജനറേഷൻ വിശുദ്ധരെ കുറിച്ച് അറിയാവോ? ഇല്ല. നല്ല ഭാഷൺ ഭ്രമങ്ങളിലൊക്കെ ജീവിച്ച് അടിപൊളി നല്ല ജീൻസും ടോപ്പും ഒക്കെ ധരിച്ച് ഒത്തിരി പിന്നെ ഡാൻസും കുറെ ചങ്സ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ജീവിച്ച വിശുദ്ധരെ കുറിച്ച് കേട്ട് കേൾവിയില്ല അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള ഒരു 2 വിശുദ്ധരെ നമുക്ക് ഇന്ന് പരിചയപ്പെട്ടാലോ? അതായത് നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉള്ള വിശുദ്ധർ അങ്ങനെയുണ്ട്, കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചു ത്രേസ്യയും ഒക്കെ ഒത്തിരി വ്യത്യസ്തരാ. കുറെ പേര് സന്യസ്തരാണ്, പിന്നെ കുറെ പേര് വേറൊരു യുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതിൽ നിന്നും ഞങ്ങളെ പോലെ ചങ്സ് ആയിട്ട് ജീവിച്ച കുറച്ച് വിശുദ്ധരുണ്ട് ഈ കാലഘട്ടത്തില്. അപ്പൊ നമുക്ക് അവരെ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ നമുക്കൊന്ന് കാണാം ആരൊക്കെയാന്ന്. Normally, the passing of a young person would be marked by some tears, a few lines in the local paper, and comments like, "Poor girl, and so young too." But still, years after her death, Chiara Badano is not just remembered. She is taken as a model of sanctity by thousands of young people all over the world. So the question is, how could a girl reach such a depth of spiritual life in such a brief period of time?
ഈശോയുടെ കുഞ്ഞുമക്കളെ, രണ്ട് കൊച്ചു വിശുദ്ധരെ പരിചയപ്പെട്ടോ? അവരുടെ പേരുകൾ എന്തൊക്കെയായിരുന്നു? ക്യാര ലൂച്ചെ ബദാനോ. ക്യാര ലൂച്ചെ ബദാനോ. വെരി ഗുഡ്. പിന്നെ അടുത്ത ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നല്ലോ, ആ കൊച്ചു വിശുദ്ധന്റെ പേരെന്താ? കാർലോ അക്യൂറ്റസ്. കാർലോ അക്യൂറ്റസ് എന്ന ഒരു കൊച്ചു വിശുദ്ധൻ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അവരെ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ അവരുടെ ഒത്തിരിയേറെ ജീവിത അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഈ യുഗത്തിൽ ജീവിച്ച് യങ്ങായിട്ട് 15-ാം വയസ്സിലാണ് ആര് മരണമടഞ്ഞത്? അക്യൂറ്റസ് എന്ന കൊച്ചു വിശുദ്ധൻ. 19-ാം വയസ്സിലാണ് ആര് മരിച്ചത്? ക്യാര, അല്ലേ? ക്യാര ലൂച്ചെ ബദാനോ. രണ്ടുപേരും ക്യാൻസർ ബാധിതരായിട്ടാണ് മരിച്ചത്. ഇതിനകത്ത് കാർലോ അക്യൂറ്റസ് എന്ന കൊച്ചു വിശുദ്ധനില്ലേ, ആ വിശുദ്ധനെ കമ്പ്യൂട്ടർ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ വൈദികരുടെ എന്താണ്, ഇടവക വൈദികരുടെ വിശുദ്ധൻ ആരാണ്? മിസ്റ്റർ ജോൺ മരിയ വിയാനി. അപ്പൊ ഇനി കമ്പ്യൂട്ടർ, ഈ ന്യൂ ജൻ ഭാഷയിൽ തന്നെ കമ്പ്യൂട്ടർ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂറ്റസ്. എന്തുകൊണ്ടാണ് ഈ കൊച്ചു വിശുദ്ധനെ കമ്പ്യൂട്ടർ വിശുദ്ധൻ എന്ന് പറയുന്നത് അറിയാവോ? ഇല്ല. നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ ന്യൂ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നുണ്ട്. ബോയ്സ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, പിന്നെ ടാബ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഗെയിംസ് കളിക്കാൻ വേണ്ടി. എന്നാൽ ഈ കൊച്ചു വിശുദ്ധൻ എന്തിനാ ഉപയോഗിച്ചെന്നറിയാവോ? കൂടുതലായിട്ട് ഈശോയുടെ പിന്നെ ദിവ്യകാരുണ്യ അത്ഭുതം ലോകമെമ്പാടും ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചു. ഈ വിശുദ്ധൻ ടെക്നോളജിക്കലി വളരെ പിന്നെ ഫോർവേഡ് ആയിരുന്നു. എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു, കുറേ ഫോട്ടോഗ്രാഫിക്സ് ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് ഇത് പഠിച്ചതിന് ശേഷം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ മീഡിയയിലൂടെ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. അതിനകത്ത് പറയുന്നുണ്ട്, എന്നും ദിവ്യകാരുണ്യത്തോടെ ഒട്ടിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു ആ കൊച്ചു വിശുദ്ധൻ്റേത്. പരിശുദ്ധ അമ്മയോട് നല്ലൊരു ഭക്തി, പരിശുദ്ധ അമ്മയുടെ കൊച്ചു ഭക്തനായിരുന്നു, ദിവ്യകാരുണ്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നു. മറ്റേ കൊച്ചു വിശുദ്ധയില്ലേ, ക്യാര ലൂച്ചെ ബദാനോ. ക്യാര ലൂച്ചെ ബദാനോയുടെ ജീവിതത്തിലെ ഒരു ചെറിയൊരു സംഭവമാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാരയുടെ അപ്പനും അമ്മയ്ക്കും ഒരു കൊച്ച് ഉണ്ടാകുന്നത്. അവർ വളരെയേറെ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന കാലഘട്ടത്തിലാണ് ഒരു സുന്ദരിയായ കുഞ്ഞ് ഭൂജാതയാകുന്നത്. അവർക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ഏകപുത്രിയാണ്, അല്ലേ? അപ്പൊ ഏകപുത്രി ആയതുകൊണ്ട് ഒത്തിരി ലാളിച്ചാണ് വളർത്തിയിരുന്നത്. പക്ഷേ മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്താൽ ഇവള് അഹങ്കാരിയായി മാറും, അല്ലേ? വളരെ നല്ല പിന്നെ ബുദ്ധി ഉള്ള മാതാപിതാക്കളായിരുന്നു. അതുകൊണ്ട് കുറച്ച് ശിക്ഷണത്തിലും കൂടെ ലാളനയോടൊപ്പം തന്നെ ശിക്ഷണവും നൽകിയിരുന്നു. ഒരു ദിവസം ക്യാരയുടെ അമ്മ ക്യാരയോട് പറഞ്ഞു, ക്യാര, നിനക്ക് ഒത്തിരി പാവകളില്ലേ, ഇഷ്ടംപോലെ ബന്ധുക്കാരൊക്കെ കാണാൻ വരുമ്പോൾ കൊച്ചിന് ഒത്തിരിയേറെ സമ്മാനങ്ങൾ കൊടുക്കും. അപ്പം പാവകളും കളിപ്പാട്ടങ്ങളൊക്കെ ഒരു റൂം നിറച്ചുണ്ട്. അപ്പം ക്യാരയോട് പറഞ്ഞു, മോളെ, അപ്പുറത്തെ വീട്ടിൽ പാവപ്പെട്ട കുട്ടികളുണ്ട്, അപ്പുറത്തെ കുറേ വീടുകളുണ്ട്, അപ്പം അവർക്ക് കളിക്കാനൊന്നുമില്ല, നീ കുറച്ച് പാവകൾ കൊടുക്കുക. അപ്പം അവൾ പറഞ്ഞു, നോ, ഇല്ല, ഞാൻ കൊടുക്കില്ല, ഇത് എൻ്റേതാന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിൽ എന്തോ പരപരാ ശബ്ദം കേട്ടു. ക്യാര അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു കവർ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അമ്മ ഓർത്തു, ഇതെന്തിനാ ഇവളെന്തിനാ ഈ കവർ ഇപ്പം ചോദിക്കുന്നേ? എന്താണേലും അമ്മ പോയി നോക്കിയേക്കാന്ന് ഓർത്തോണ്ട് ക്യാരയുടെ അടുത്ത് ചെന്ന് നോക്കി. അപ്പൊ ക്യാര 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിക്കോണ്ട് അവള് ഈ പാവകളെ തരംതിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ അവള് ഇങ്ങനെ പറയുകയാണ്, ഇതിന്റെ കണ്ണ് പോയി, ഇതിന്റെ മുടി പോയി, ഈ വണ്ടിയുടെ പിന്നെ എന്താണ് ചക്രത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവള് ഈ ഓരോ പാവകളെ മാറ്റി വെക്കുകയാണ്. അപ്പം അമ്മ മാറ്റി വെച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞു, ഒരു കവർ, അമ്മ കവർ ഇങ്ങോട്ട് തന്നെ, ഞാൻ ഈ പാവകളെല്ലാം അങ്ങോട്ട് ഇടട്ടേന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതെല്ലാം പുതിയ പാവകളാണ്, ഇതെന്തിനാ കവറിലിടുന്നേ? ഇതോ, അമ്മ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കണമെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് മുമ്പേ അമ്മ പറഞ്ഞില്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക്, പാവകളൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കണമെന്ന്. അമ്മ സോറി അമ്മ, ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ സ്വാർത്ഥതയുടെ ഫലമായിട്ട് നോ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്കുള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ എനിക്കുള്ള ബെസ്റ്റാണ് ഞാൻ കൊടുക്കേണ്ടത്. അല്ലാതെ ഈ തരംതിരിഞ്ഞ ഈ മുടിയും പിന്നെ ചെവിയും കണ്ണൊന്നും ഇല്ലാത്ത ഞാനെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നേ? നല്ലൊരു പാട്ടുകാരിയായിരുന്നു ആ കൊച്ചു വിശുദ്ധ, പാട്ടുപാടും. ക്യാരയുടെ അധ്യാപിക പറഞ്ഞേക്കുന്നത്, ക്യാരയെ കാണുമ്പം എനിക്ക് ക്ലാസ് എടുക്കാൻ തോന്നും. കാരണം അത്ര ഏകാഗ്രതയോടുകൂടിയും നല്ല ശ്രദ്ധയോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ് ക്യാര അധ്യാപകരെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പം ഞങ്ങൾക്ക് തന്നെ സന്തോഷമാകും. പിന്നെ ഒരു ദിവസം
വീട്ടിൻ്റെ അടുത്ത് പ്രായമായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിനെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. ക്യാര +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ആ അമ്മേനെ ഒന്ന് ശുശ്രൂഷിക്കാൻ പോകട്ടെ. അപ്പോൾ അമ്മയ്ക്ക് അതിശയമായി, നിനക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ അറിയാം, ആ അമ്മേനെ ശുശ്രൂഷിക്കാൻ നിനക്കറിയാവോ? ഇല്ല, ഞാൻ പൊക്കോളൂ, അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാര ആ രാത്രിയിൽ അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പം പഠിക്കാനുള്ള അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, ആ പുസ്തകമായിട്ടാണ് പോയത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരും അല്ലേ? നിങ്ങൾ നൈറ്റ് ഫുള്ളിരുന്ന് പഠിക്കാറുണ്ടോ? രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാറുണ്ടോ? ഇല്ല. അപ്പം ക്യാര ഉറങ്ങിപ്പോയിട്ടുണ്ട്, അമ്മച്ചി ചിലപ്പം വിളിക്കും. അപ്പം അമ്മച്ചിനെ ക്യാരയുടെ മനസ്സിൽ ഞാൻ ഉറങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ക്യാര എന്ത് ചെയ്തെന്നറിയാവോ? ഈ കാല് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അടുത്തൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിക്കും കൊണ്ട് കണ്ണൊക്കെ ഒന്ന് തോണ്ടി നോക്കി ഉറക്കം വരാതിരിക്കാൻ. അത്രയും ഏകാഗ്രതയോടുകൂടി ആ അമ്മച്ചിയെ ശുശ്രൂഷിച്ച ക്യാര എന്ന കൊച്ചു പുണ്യമതി. അപ്പം ആ അമ്മ വളരെ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കണം. ഈ ചുറ്റുപാടും ഇത്രയും മുതിർന്നവരായ ആൾക്കാരുള്ളപ്പോഴും ഈ കൊച്ച് അല്ലേ, ഈ കുഞ്ഞ് വന്നിട്ട് എന്നെ ശുശ്രൂഷിച്ച രംഗം. പിന്നെ ക്യാരയ്ക്ക് ക്യാൻസർ വന്നു. വളരെ സുന്ദരിയും മനോഹരിയുമായിരുന്ന ക്യാര നല്ലൊരു ടെന്നീസ് കളിക്കാരിയായിരുന്നു. സ്പോർട്സിലും ആർട്സിലും നല്ല ഗായികയും നല്ല ഡാൻസുകാരിയും ഒക്കെ ആയിരുന്നു. ഒരു ദിവസം ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ക്യാരയുടെ ഷോൾഡറിന് ഭയങ്കരമായിട്ട് വേദന വന്നു. അപ്പോൾ ആശുപത്രി കൊണ്ട് നോക്കിയപ്പോഴാണ് ഈ എല്ലിനെ സംബന്ധിക്കുന്ന ഒരു ക്യാൻസർ രോഗം പിന്നെ അവൾക്ക് ഭയങ്കര ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് കൂട്ടുകാരോടൊത്ത് ജീവിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെ അടിച്ച് കിടത്തുന്ന ഒരു രോഗം വരിക എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആദ്യമേ നമ്മളെപ്പോലെ തന്നെ ക്യാരയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ഈശോയെ, നീ എനിക്കിത് തന്നതാണെങ്കിൽ ഞാൻ സ്വീകരിക്കുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് റേഡിയേഷനൊക്കെ ചെയ്യുമ്പോൾ ക്യാൻസർ രോഗികളുടെ റേഡിയേഷൻ ചെയ്യുമ്പോൾ മുടികളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടോ? മൊട്ടത്തലയാവും അല്ലേ? അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, മൊട്ടത്തലയായിട്ട് കിടക്കുന്ന കണ്ടോ? അപ്പോഴും ആ മുഖത്തെ പുഞ്ചിരി ആയിരുന്നോ അതോ വിഷമമായിരുന്നോ ഉള്ളത്? പുഞ്ചിരിച്ചോണ്ട്. അപ്പൊ അവള് ഓരോ മുടിയും പൊഴിഞ്ഞു പോകുമ്പോൾ പറഞ്ഞിരുന്നൊരു വാക്യമുണ്ട്, ഇത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, ഇത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ മക്കളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം അങ്ങനെ രോഗങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഈ സോഷ്യൽ മീഡിയാസും പിന്നെ നമ്മുടെ കഴിവുകളുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഈ ന്യൂ ജനറേഷനിൽ എങ്കിൽ എനിക്ക് വിശുദ്ധിയാകാനും പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ന്യൂ ജനറേഷൻ വിശുദ്ധിയാകാൻ എനിക്ക് എന്തൊക്കെയാണ് സാധിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. നന്മയുടെ മാർഗത്തിൽ ചരിക്കണം. നല്ല രീതിയിൽ വാട്സപ്പ് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുക. അതായത് സോഷ്യൽ മീഡിയാസ് ഈ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആ കൊച്ചു വിശുദ്ധൻ നമുക്ക് മാതൃകയാ. ആ വിശുദ്ധൻ എന്താ ചെയ്തോണ്ടിരുന്നത്? ദിവ്യകാരുണ്യ അത്ഭുതം ലോകമെമ്പാടും അറിയിച്ചു. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജസ് നമുക്ക് ഇഷ്ടം പോലെ വരാറുണ്ട് ഇല്ലേ? നമ്മളുടെ വീടുകളിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു വചനം എല്ലാ ഗ്രൂപ്പിലേക്കും നമുക്കൊന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ? സെൻഡ് ചെയ്യാൻ പറ്റുമോ? ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കൂളിൽ നമുക്ക് എങ്ങനെ മാതൃകയാകാൻ പറ്റും? ഈശോ അറിയാത്ത കുറെ കുട്ടികൾ സ്കൂളിലുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ ഈശോയുടെ ഗുണങ്ങളും ഈശോ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ? ചെയ്തും കൂടി കാണിക്കാം. അതായത് എന്റെ ജീവിതത്തിൽ ഇപ്പൊ ക്യാരനെ കുറിച്ച് അധ്യാപിക പറഞ്ഞത് എന്താണ്? ക്യാരയുടെ മുഖത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ തോന്നും. ആ കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. മറ്റു ഉഴപ്പന്മാരായ കുട്ടികളുണ്ട്, പക്ഷെ ആ ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. കാരണം അത്രയേറെ തീഷ്ണതയോടും അധ്യാപകരെ ബഹുമാനിച്ചും സ്നേഹത്തോടെയുമാണ് അവൾ ഇരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ മാതൃകയിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും. കൂട്ടുകാരെല്ലാം എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ബ്ലൂ ഫിലിംസ് ഒക്കെ ഇഷ്ടംപോലെ കേസുകളുണ്ട് ഇല്ലേ? ബ്ലൂ ഫിലിംസ് കാണാൻ നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? പോകണോ? ഞാൻ എൻ്റെ ഈശോയുടെ ആണെങ്കിൽ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞിരിക്കണം. ഇനി വീട്ടിലുള്ള എൻ്റെ പെരുമാറ്റം ഇല്ലേ, മാതാപിതാക്കളോടുള്ള
എൻ്റെ സമീപനം, അധ്യാപകരോടുള്ള എൻ്റെ സമീപനം, കൂട്ടുകാരോടുള്ള, ചീത്ത കൂട്ടുകെട്ടുണ്ട്, നല്ല കൂട്ടുകെട്ടുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ ഉള്ളവരെയും എനിക്ക് നല്ല കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ന്യൂ ജനറേഷനിൽ നമുക്ക് കൊച്ചു വിശുദ്ധനും വിശുദ്ധിയാകാൻ പറ്റുമോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ലോകത്തിന് ആവശ്യം പാട്ടുപാടുന്ന, ഡാൻസ് കളിക്കുന്ന, ജീൻസ് ധരിക്കുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കൊച്ച് വിശുദ്ധരെയാണ്. അങ്ങനെയെങ്കിൽ എനിക്കും, ഞാൻ നിങ്ങൾ പാട്ട് പാടാറില്ലേ? ഡാൻസ് മിക്കവരും എനിക്കറിയാം, മിക്കവരും ഡാൻസ് കളിക്കാറുണ്ട്, ജീൻസ് ധരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് കൊച്ചു വിശുദ്ധനും വിശുദ്ധിയാകാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ന്യൂ ജനറേഷനിൽ വിശുദ്ധരാകാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ നാളെ മുതൽ പരിശ്രമിക്കുക. നാളെ അല്ല, ഇന്ന് മുതൽ പരിശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്നു ഫോൺ എടുത്തു, ദൈവവചനം ഇല്ലേ, നിങ്ങൾക്ക് ബൈബിൾ കൊട്ടേഷൻ നോക്കുന്നു, ഒരു വചന സിസ്റ്റം മോഡലായിട്ട് പറഞ്ഞുതരാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഓക്കെ, ഈ വചനം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു ഒരു ദിവസം. ഇനി ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ വചനങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ? ഓരോ ഉറപ്പ് നല്ലൊരു തീക്ഷ്ണതയോടുകൂടി പറയണം. പറ്റുമോ? ഓക്കെ, എങ്കിൽ നമ്മള് കൊച്ചു വിശുദ്ധനാകാനുള്ള പടികൾ നമ്മൾ ചവിട്ടി തുടങ്ങിയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇങ്ങനെ Are you ready? Yes, we are ready. സുശേഷാനുസൃതമായി ജീവിച്ച് ദൈവരാജ്യം സ്ഥാപിച്ച ആ 2 കൊച്ചു വിശുദ്ധർ നമുക്ക് എത്രയോ പ്രചോദനകരമാണ് അല്ലേ? വിശുദ്ധി പ്രാപിക്കാൻ ഒത്തിരി വലിയ കാര്യമൊന്നും ചെയ്യേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷത്തോടും ഉത്സാഹത്തോടും ചെയ്താൽ മാത്രം മതി. തിന്മയെ വെടിഞ്ഞ് നന്മയിൽ വളരാനും ഇന്നത്തെ സാധ്യതകൾ ഉപയോഗിച്ച് ജീവിക്കാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഇനി നമുക്ക് ഒരു ആക്ഷൻ സോങ് കളിച്ചാലോ? Jumping up and down when you're spinning round and round. God's seeing everything you do, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. When you're waving your hands up in the air, when you're shouting, no matter when or where, God's seeing everything you do, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടോ? അപ്പം നമ്മളിന്ന് പ്രത്യേകമായി ക്രിസ്തീയ സഹനത്തെ കുറിച്ചാണ് പഠിക്കുക. ഗെയിം എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്കൊരു കൊച്ചു ഗെയിം കളിക്കാം. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗെയിം സിസ്റ്റർ 3 വ്യക്തികളുടെ പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്.